എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് +2 കെമിസ്ട്രിയിലെ ഓർഗാനിക് കെമിസ്ട്രിയിലെ ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ എന്നറിയപ്പെടുന്ന ടോപ്പിക്കിനകത്ത് വരുന്ന പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് എന്നറിയപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ തന്നെ ആൽഡിഹൈഡിന്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആൽഡിഹൈഡിന്റെ കീറ്റോണിന്റെയും പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട 4 നെയിം റിയാക്ഷൻസ്, 4 ഇമ്പോർട്ടൻറ്റ് നെയിം റിയാക്ഷനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ റിയാക്ഷൻ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഹെഡിങ് കണ്ടു, പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. അതിൽ ഒന്നാമത്തെ റിയാക്ഷന്റെ പ്രത്യേകത ആൽഡിഹൈഡിന്റെ പ്രിപ്പറേഷൻ ആണ്. അത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കോമ്പൗണ്ട് ആസിഡ് ക്ലോറൈഡുകളാണ്. നമുക്കറിയാം, ആൽക്കഹോൾ പോലെ എസ്റ്റർ പോലെ ഒരു ടൈപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ടാണ് ആസിഡ് ക്ലോറൈഡ് എന്നറിയപ്പെടുന്നത്. ഈ ആസിഡ് ക്ലോറൈഡുകളുടെ IUPAC നെയിം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ആൽക്കനോയിൽ ക്ലോറൈഡ് എന്ന് പറയാം. അപ്പൊ അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാർബണുള്ള ആസിഡ് ക്ലോറൈഡിനെ മെത്താനോയിൽ ക്ലോറൈഡ് എന്ന് പറയാം. 2 കാർബണുള്ള ആസിഡ് ക്ലോറൈഡുകളെ എത്താനോയിൽ ക്ലോറൈഡ് എന്ന് പറയണം. 3 കാർബൺ ആണെങ്കിൽ അത് പ്രൊപ്പാനോയിൽ ക്ലോറൈഡ് ആണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ആൽഡിഹൈഡ്സിന്റെ പ്രിപ്പറേഷൻ ആണ്. ആൽഡിഹൈഡിന്റെ പ്രിപ്പറേഷൻ നടത്താൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് ആസിഡ് ക്ലോറൈഡ് എന്നറിയപ്പെടുന്ന ഒരു കോമ്പൗണ്ട് ആണ്. ആസിഡ് ക്ലോറൈഡിന്റെ പേര് പറഞ്ഞ സമയത്ത് നമുക്കറിയാം, അതിന്റെ IUPAC നെയിം അറിയാം, അത് ആൽക്കനോയിൽ ക്ലോറൈഡ് എന്ന് പറയണം. അപ്പൊ അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ആസിഡ് ക്ലോറൈഡ് തന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് എത്ര കാർബൺ എന്ന് നോക്കിയാൽ അറിയാം. ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ ഒരു കാർബൺ ഉണ്ട്. ഇത് ക്ലോറിൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ. അപ്പൊ അങ്ങനെ 2 കാർബണുള്ള ആസിഡ് ക്ലോറൈഡ് ആണ് ഞാൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിൽ 5 കാർബണുള്ള ആസിഡ് ക്ലോറൈഡ് ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞേനെ പെന്റാനോയിൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞേനെ. ഇവിടെ 2 കാർബൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പറയും അതിന്റെ എക്സാമ്പിൾ ആയിട്ട് അതിനെ എത്താനോയിൽ ക്ലോറൈഡ് എന്ന് പറയാം. ഈ എത്തനോയിൽ ക്ലോറൈഡ് എന്നറിയപ്പെടുന്ന കോമ്പൗണ്ടിന് തന്നെ മറ്റൊരു കോമൺ നെയിം ഉണ്ട്. ആ കോമൺ നെയിം അനുസരിച്ച് ഈ കോമ്പൗണ്ടിനെ അസെറ്റിൽ ക്ലോറൈഡ് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് IUPAC നെയിമാണ്, എത്തനോയിൽ ക്ലോറൈഡ് ആണ്. ആ കോമ്പൗണ്ടിന് തന്നെ മറ്റൊരു കോമൺ നെയിം ഉണ്ട്, അതിനെ അസെറ്റിൽ ക്ലോറൈഡ് എന്ന് പറയാം. അപ്പൊ നമ്മുടെ ഉദ്ദേശം ഞാൻ പറഞ്ഞു, നമുക്ക് ആൽഡിഹൈഡ് കീറ്റോണിന്റെ പ്രിപ്പറേഷൻ പഠിക്കണം. അതിൽ ഒന്നാമത്തെ മെത്തേഡ് ആൽഡിഹൈഡിന്റെ പ്രിപ്പറേഷനായിട്ട് ഉപയോഗിക്കുന്ന റിയാക്ഷൻ ആണ്. ഇനി അവിടെ ആൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് ആസിഡ് ക്ലോറൈഡ് ആണ്. ആ ആസിഡ് ക്ലോറൈഡിന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് RCOCl ആണ്. അതിലൊരു എക്സാമ്പിൾ ഞാൻ പരിചയപ്പെടുത്തി. 2 കാർബണുള്ള 2 കാർബണുള്ള ആസിഡ് ക്ലോറൈഡ് ആണ് എത്തനോയിൽ ക്ലോറൈഡ് അല്ലെങ്കിൽ അസെറ്റിൽ ക്ലോറൈഡ്. ഇനി താഴെ എഴുതിയിരിക്കുന്ന ഈ കോമ്പൗണ്ടിന്റെ പ്രത്യേകത അത് C6H5COCl ആണ്. C6H5 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അത് അറോമാറ്റിക് കോമ്പൗണ്ട് ആണ്. അറോമാറ്റിക് കോമ്പൗണ്ടുകളുടെ പേര് കൊടുക്കുന്നത് ഈ ആൽക്കനോയിൽ ക്ലോറൈഡ് എന്ന രീതിയിലല്ല, പകരം അതിന് സെപ്പറേറ്റ് പേരാണെന്ന് അറിയാം. സോ അതുകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ടിനെ വിളിക്കേണ്ട പേര് ബെൻസോയിൽ ക്ലോറൈഡ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഞാൻ 2 എക്സാമ്പിൾ, ഒന്ന് ഒരു സാധാരണ അലിഫാറ്റിക് കോമ്പൗണ്ട് വെച്ച് എഴുതിയിട്ടുണ്ട്, മറ്റൊന്ന് അറോമാറ്റിക് കോമ്പൗണ്ട് വെച്ച് എക്സാമ്പിൾ എഴുതുന്നുണ്ട്. അപ്പൊ ഇനി എങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് ആൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യാം എന്ന് ചോദിച്ചാൽ അവിടെ സിമ്പിൾ മാർഗമാണ്, വേറെ ഒന്നും ചെയ്യാനില്ല. ഒരു സിമ്പിൾ റിഡക്ഷൻ ആണ്. അപ്പൊ നമുക്കറിയാം, റിഡക്ഷന് വേണ്ടി നമുക്ക് ഹൈഡ്രജൻ ചേർക്കാം. സോ ഈ ആസിഡ് ക്ലോറൈഡിന്റെ കൂടെ ഹൈഡ്രജൻ ചേർക്കുന്നു. അപ്പൊ എങ്ങനെ നമുക്ക് പ്രോഡക്റ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. സോ ഇവിടെ വെച്ചും ഇവിടെ വെച്ചും ഈ 2 ഹൈഡ്രജൻ ഇങ്ങോട്ട് എഴുതി, എന്നിട്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്യുക. ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കിട്ടുന്ന കോമ്പൗണ്ട് ഫോർമുല RCHO. അപ്പൊ നമുക്കറിയാം RCHO എന്ന് എഴുതിയാൽ പ്ലസ് രണ്ടാമത്തെ പ്രോഡക്റ്റ് HCl. നമുക്കറിയാം RCHO എന്ന് എഴുതിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൽഡിഹൈഡ് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എങ്ങനെ നമുക്ക് ആൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യുന്ന ചോദിച്ചാൽ ആസിഡ് ക്ലോറൈഡിനെ റെഡ്യൂസ് ചെയ്താൽ നമുക്ക് ആൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിയുമെന്ന് ഓർമ്മിക്കുക. അപ്പൊ എങ്കിൽ ഞാൻ ഈ എക്സാമ്പിൾ ചെയ്യുന്ന സമയത്ത് ഈ എക്സാമ്പിളിന്റെ കൂടെ ഇതുപോലെ തന്നെ ഹൈഡ്രജൻ ചേർക്കുന്നു. അപ്പൊ എങ്കിൽ 2 ഹൈഡ്രജൻ ഇവിടെ വെച്ച് ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു. കിട്ടുന്ന കോമ്പൗണ്ടിന്റെ ഫോർമുല CH3CHO പ്ലസ് HCl. അതുപോലെ ഈ എക്സാമ്പിൾ ചെയ്യുമ്പോൾ ഇവിടെ H2
ഞാൻ ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു, എച്ച് ഇവിടെയും കൊടുത്ത് ബ്രേക്ക് ചെയ്തു. കിട്ടുന്ന കോമ്പൗണ്ട് ഫോർമുല C6H5CHO പ്ലസ് HCl. ഓക്കെ, അപ്പൊ നമ്മൾ ആൽഡിഹൈഡിന്റെ പ്രിപ്പറേഷനിലെ ഒന്നാമത്തെ മെത്തേഡ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ ആസിഡ് ക്ലോറൈഡിൽ നിന്ന് നമുക്ക് ആൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ആസിഡ് ക്ലോറൈഡിൽ നിന്ന് ആൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അവിടെ ഹൈഡ്രജൻ അഡിഷൻ നടത്തണം അല്ലെങ്കിൽ റിഡക്ഷൻ നടത്തണമെന്ന് മനസ്സിലായി. ഇനി നമുക്കിവിടെ 2 എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. ഇനി ആൽഡിഹൈഡിന്റെ പേര് നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഈ ആൽഡിഹൈഡുകളുടെ IUPAC നമുക്കറിയാം, അത് ആൽക്കനാൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ആൽക്കനാൾ, അപ്പോൾ 5 കാർബണുള്ള ആൽഡിഹൈഡ് ആണെങ്കിൽ അത് പെന്റനാൾ, 3 കാർബണുള്ള ആൽഡിഹൈഡ് ആണെങ്കിൽ അത് പ്രൊപ്പനാൾ, 2 കാർബണുള്ള ആൽഡിഹൈഡ് ആണെങ്കിൽ അത് എത്തനാൾ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം. ഇവിടെ എക്സാമ്പിളോട് കിട്ടിയിരിക്കുന്നത് CH3CHO ആണ്. CH3CHO ആണെങ്കിൽ നമുക്കറിയാം അത് 2 കാർബണുള്ള ആൽഡിഹൈഡ് ആണ്. 2 കാർബൺ ആൽഡിഹൈഡ് ആയതുകൊണ്ട് പേര് എത്തനാൾ എന്ന് പറയണം, അല്ലെങ്കിൽ മറ്റൊരു പേര് അസറ്റാൽഡിഹൈഡ് എന്നും പറയാം, കോമൺ നെയിം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഒരു കൺവേർഷൻ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. എങ്ങനെ എത്തനോയിൽ ക്ലോറൈഡിൽ നിന്ന് എത്തനാൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനെ അസറ്റിൽ ക്ലോറൈഡിൽ നിന്ന് അസറ്റാൽഡിഹൈഡ് ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം സിമ്പിൾ ആയിട്ട് അതിനെ റെഡ്യൂസ് ചെയ്താൽ മതി എന്ന് പറയണം. ഇനി ഇവിടെ കിട്ടിയ C6H5CHO പ്രത്യേകത, അത് സാധാരണ കോമ്പൗണ്ട് പോലെയല്ല, അത് അരോമാറ്റിക് ആണ്. അരോമാറ്റിക് എന്ന് വെച്ചാൽ ബെൻസീൻ റിംഗ് ഉൾപ്പെട്ട് വരുന്നതാണ്, അതിൽ ചുരുക്കി എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക മാർഗമാണ്. അവിടെ നമുക്ക് ബെൻസാൽഡിഹൈഡ് എന്നാണ് അറിയപ്പെടുന്നത്, ബെൻസാൽഡിഹൈഡ്. ഓക്കെ, അപ്പൊ ബെൻസോയിൽ ക്ലോറൈഡിനെ ബെൻസാൽഡിഹൈഡ് ആക്കി എങ്ങനെ മാറ്റാമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം സിംപ്ലി റിഡക്ഷനിലൂടെ നമുക്ക് മാറ്റാമെന്ന് പറയണം. അപ്പൊ ഇനി ഈ പറഞ്ഞ റിയാക്ഷന്റെ പ്രത്യേകത, ഈ ഹൈഡ്രജൻ ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ ഒരു കാറ്റലിസ്റ്റ് വേണം. ആ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് പലേഡിയം, PD, പലേഡിയം ആണ്. സോ അതും കൂടെ ചേർത്ത് റിയാക്ഷൻ മനസ്സിലാക്കണം. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഹൈഡ്രജൻ വന്നുകൊണ്ടിരുന്നാൽ ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഇവിടെയും കൂടെ H ആയി പോയാൽ കിട്ടുന്ന പ്രോഡക്റ്റിലേക്ക് വീണ്ടും ഹൈഡ്രജൻ വന്നുകൊണ്ടിരുന്നാൽ ഇവിടെയും H വന്നാൽ അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് RCH2OH ആയി മാറിപ്പോകും. അതായത് RCH2OH ആയി മാറുക എന്ന് വെച്ചാൽ അത് ആൽക്കഹോളായി കൺവേർട്ട് ചെയ്ത് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ കണ്ടിന്യൂസ് ആയിട്ട് വരരുത്, അല്ലെങ്കിൽ ആ കാറ്റലിസ്റ്റിന്റെ എഫിഷ്യൻസി കുറയ്ക്കണം. അങ്ങനെ കാറ്റലിസ്റ്റിന്റെ എഫിഷ്യൻസി കുറയ്ക്കാൻ വേണ്ടി ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്, കാറ്റലിറ്റിക് പോയിസൺ ആയിട്ട് ഉപയോഗിക്കുന്ന ബേരിയം സൾഫേറ്റ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ബേരിയം സൾഫേറ്റിന്റെ റോൾ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. അവിടെ റിഡക്ഷൻ നടക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഹൈഡ്രജൻ വന്നുകൊണ്ടിരുന്നാൽ ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പ് കൂടെ റെഡ്യൂസ് ചെയ്ത് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ പ്രിവെന്റ് ചെയ്ത് ആൽഡിഹൈഡ് ആയിട്ട് തന്നെ നിലനിർത്തണമെങ്കിൽ ഒരു കാറ്റലിറ്റിക് പോയിസൺ ആയ ബേരിയം സൾഫേറ്റ് കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതും കൂടെ ചേർത്ത് റിയാക്ഷൻ നമുക്ക് മോഡിഫൈ ചെയ്യാം. സോ പലേഡിയം ബേരിയം സൾഫേറ്റ്, ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒരു റെഡ്യൂസിങ് ഏജന്റിന്റെ പേര് പറയുന്ന സമയത്ത് ആ റിയാക്ഷൻ ഒരു നെയിം റിയാക്ഷൻ ആണ്. ആ റിയാക്ഷൻ അറിയപ്പെടുന്ന പേര് റോസൻമണ്ട് റിഡക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ പ്രശസ്തമായ റോസൻമണ്ട് റിഡക്ഷൻ ആണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. റോസൻമണ്ട് റിഡക്ഷന്റെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പറയാം എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയാം: ആസിഡ് ക്ലോറൈഡ് ഓൺ റിഡക്ഷൻ വിത്ത് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം ആൻഡ് ബേരിയം സൾഫേറ്റ് ടു ഫോം ആൽഡിഹൈഡ്. ഒന്നുകൂടെ പറയാം: ആസിഡ് ക്ലോറൈഡ് ഓൺ റിഡക്ഷൻ വിത്ത് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം ആൻഡ് ബേരിയം സൾഫേറ്റ് ടു ഫോം ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ റോസൻമണ്ട് റിഡക്ഷന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയെന്ന് ഓർമ്മിക്കുക. അപ്പൊ ഇനി എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ചോദിച്ചാൽ, എക്സാമ്പിൾ ആയിട്ട് പലപ്പോഴും ചോദിക്കാം, എങ്ങനെ ഹൗ വിൽ യു കൺവേർട്ട് എത്തനോയിൽ ക്ലോറൈഡ് ടു എത്തനാൾ എന്ന് ചോദിച്ചാലോ, ഹൗ വിൽ യു കൺവേർട്ട് അസറ്റിൽ ക്ലോറൈഡ് ടു അസറ്റാൽഡിഹൈഡ് എന്നൊക്കെ ചോദിച്ചാലോ ഉത്തരം റോസൻമണ്ട് റിഡക്ഷൻ ആണെന്ന് ഓർമ്മിക്കുക. ഇനി മറ്റൊരു ചോദ്യം, ഹൗ വിൽ യു പ്രിപ്പയർ ബെൻസാൽഡിഹൈഡ് ഫ്രം ബെൻസോയിൽ ക്ലോറൈഡ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്ത് തന്നെയാണ്? റോസൻമണ്ട് റിഡക്ഷൻ ആണെന്ന് ഓർമ്മിക്കുക. സോ ഒന്നാമത്തെ റിയാക്ഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, റോസൻമണ്ട് റിഡക്ഷൻ. ഇനി രണ്ടാമത്തെ റിയാക്ഷനിലേക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ബെൻസീൻ എടുത്തിട്ടുണ്ട്. ഈ ബെൻസീന്റെ കൂടെ കാർബൺ മോണോക്സൈഡ് HCl. ഈ കാർബൺ മോണോക്സൈഡ് വരുന്നത് നമുക്ക് അപൂർവം റിയാക്ഷൻസേ ഉള്ളൂ, അതിലൊന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ ബെൻസീനെ തന്നെ ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതാം, C6H6. അതിനെ ഇങ്ങോട്ട് മാറ്റി എഴുതാം. എല്ലായിടത്തും ഹൈഡ്രജൻ ഉണ്ട്, എന്നാലും ഒരെണ്ണം ഇങ്ങോട്ട് മാറ്റി എഴുതി.
ഇവിടെ എച്ച് ഉണ്ട്, ഇവിടെയുണ്ട്, 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 ഇവിടെയുണ്ട്. അതിൽ ഒരെണ്ണം കൂടെ ഇങ്ങോട്ട് മാറ്റി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ കാർബൺ മോണോക്സൈഡിനെ അങ്ങോട്ട് കാണിക്കാം. ഈ കാർബൺ മോണോക്സൈഡിനെ CO ഇങ്ങോട്ട് കാണിക്കാം. സി താഴോട്ട് എഴുതി, O താഴോട്ട് എഴുതി. ഓക്കെ, അപ്പോൾ കിട്ടിയ കോമ്പൗണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് C6H5CHO ആണ്. C6H5CHO എന്ന് വെച്ചാൽ പേര് നമുക്കറിയാം, നേരത്തെ എഴുതിയിട്ടുണ്ട്, അത് ബെൻസാൾഡിഹൈഡ് ആണ്. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷന്റെ പ്രത്യേകത ബെൻസീനിൽ നിന്ന് ബെൻസാൾഡിഹൈഡ് ഉണ്ടാക്കുന്ന C6H5CHO എന്ന് എഴുതുന്നത് അത് ബെൻസാൾഡിഹൈഡ് ആണ്. അപ്പൊ അങ്ങനെ ബെൻസീനിൽ നിന്ന് ബെൻസാൾഡിഹൈഡ് ഉണ്ടാക്കുന്ന റിയാക്ഷനാണ് രണ്ടാമത്തത്. ആ രണ്ടാമത്തെ റിയാക്ഷനെ വിളിക്കേണ്ട പേരും അതും പ്രശസ്തമാണ്. അതിനെ ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ എന്ന് പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് പ്രിപ്പറേഷൻ മെത്തേഡുകളാണ് ഇതുവരെ സംസാരിച്ചത്. അതിൽ ആദ്യം പറഞ്ഞത് റോസൻമണ്ട് റിഡക്ഷൻ ആണ്. റോസൻമണ്ട് റിഡക്ഷന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ: ആസിഡ് ക്ലോറൈഡ് ഓൺ റിഡക്ഷൻ വിത്ത് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം ആൻഡ് ബേരിയം സൾഫേറ്റ് ടു ഫോം ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ റോസൻമണ്ട് റിഡക്ഷൻ ആയി. ഇനി എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് എത്തനോയിൽ ക്ലോറൈഡിൽ നിന്ന് എത്തനാൽ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അസറ്റിൽ ക്ലോറൈഡിൽ നിന്ന് അസറ്റാൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യാം. രണ്ടാമതാണ് ബെൻസോയിൽ ക്ലോറൈഡ് ടു ബെൻസാൽഡിഹൈഡ്. C6H5CHO എന്ന് എഴുതിയാലോ ഇങ്ങനെ എഴുതിയാലോ അത് ബെൻസാൽഡിഹൈഡ് ആണെന്ന് ഓർമ്മിക്കുക. രണ്ടാമത്തെ ഹെഡിങ് ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ. എന്താണ് ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയണം: ബെൻസീൻ റിയാക്ട്സ് വിത്ത് കാർബൺ മോണോക്സൈഡ് ആൻഡ് HCl. ബെൻസീൻ റിയാക്ട്സ് വിത്ത് കാർബൺ മോണോക്സൈഡ് ആൻഡ് HCl ടു ഫോം ബെൻസാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ ആയി. ബെൻസീൻ റിയാക്ട്സ് വിത്ത് കാർബൺ മോണോക്സൈഡ് ആൻഡ് HCl ടു ഫോം ബെൻസാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ ആയി. അപ്പൊ ഇനി നമുക്ക് മൂന്നാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡിലേക്ക് കാണാം. അപ്പൊ അതിനുവേണ്ടി ഈ എഴുതിയിരിക്കുന്ന കോമ്പൗണ്ട് C6H5CH3 ആണ്. ഇത് പ്രശസ്തമായ ടൊളൂവീൻ ആണ്. ടൊളൂവിനെ സാധാരണ ഓക്സിഡൈസ് ചെയ്താൽ നമുക്ക് ഈ CH3 ഗ്രൂപ്പ് ഓക്സിഡൈസ് ചെയ്തിട്ട് സാധാരണ ഓക്സിഡേഷനിലൂടെ COOH ആണ് കിട്ടാറുള്ളത്. സാധാരണ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഒക്കെ ഉപയോഗിച്ചാൽ കിട്ടുന്ന പ്രോഡക്റ്റ് C6H5COH ആണ്, അല്ലെങ്കിൽ ബെൻസോയിക് ആസിഡ് ആണ്. പക്ഷെ നമുക്കിവിടെ ബെൻസോയിക് ആസിഡായി മാറാൻ പാടില്ല, പക്ഷെ ഓക്സിഡേഷൻ നടക്കുകയും വേണം. അപ്പൊ അതായത് ടൊളൂവിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് ബെൻസാൽഡിഹൈഡ് ആക്കി നിർത്തണമെങ്കിൽ നമുക്ക് ഒരൊറ്റ ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് പ്രശസ്തമായ ഒരു കോമ്പൗണ്ട് ആണ്. അത് CrO2Cl2 എന്നറിയപ്പെടുന്ന ക്രോമിൽ ക്ലോറൈഡ് എന്ന് പറയണം. ക്രോമിൽ ക്ലോറൈഡ് എന്ന് പറയണം. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തയ്യാറായിട്ടുണ്ട്. ടൊളൂവിൻ ഓൺ ഓക്സിഡേഷൻ വിത്ത് ക്രോമിൽ ക്ലോറൈഡ് CrO2Cl2 ടു ഫോം ബെൻസാൽഡിഹൈഡ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന ഈ മൂന്നാമത്തെ ഇക്വേഷനെ നമ്മൾ വിളിക്കുന്നത് എറ്റാർഡ്സ് റിയാക്ഷൻ എന്ന് പറയണം. എറ്റാർഡ്സ് റിയാക്ഷൻ. ഓക്കെ, അപ്പൊ എറ്റാർഡ്സ് റിയാക്ഷന്റെ റിയാക്ടന്റ് ആരെന്ന് ചോദിച്ചാൽ ടൊളൂവിൻ എന്നാണ് അറിയപ്പെടുന്നത്. ടൊളൂവിൻ ആണ്. അതിന്റെ പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ബെൻസാൽഡിഹൈഡ് ആണ്. അവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് ആരാണെന്ന് ചോദിച്ചാൽ ക്രോമിൽ ക്ലോറൈഡ് എന്ന് പറയണം. അതിന്റെ ഫോർമുല എന്താണെന്ന് ചോദിച്ചാൽ CrO2Cl2 എന്ന് പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്ന് പ്രിപ്പറേഷൻ മെത്തേഡുകൾ പറഞ്ഞു. അത് ആദ്യം പറഞ്ഞ പ്രിപ്പറേഷൻ മെത്തേഡ് ഒന്നുകൂടെ ഓർമ്മിക്കാം. റോസൻമണ്ട് റിഡക്ഷൻ. അതെങ്ങനെ പറയാമെന്ന് ചോദിച്ചാൽ ആസിഡ് ക്ലോറൈഡ് on reduction with the hydrogen in presence of palladium and barium sulfate to form aldehyde. Example രണ്ടെണ്ണം അറിയാം. അടുത്ത ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ. How will you convert benzene to benzaldehyde എന്ന് ചോദിച്ചാൽ ഉത്തരം ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ ആണ്. അവിടെ ഉപയോഗിക്കുന്നത് കാർബൺ മോണോക്സൈഡും HCl ആണ്. മൂന്നാമത്തെ how will you convert toluene to benzaldehyde എന്ന് ചോദിച്ചാൽ അവിടുത്തെ ഉത്തരം എറ്റാർഡ്സ് റിയാക്ഷൻ ആണ്. എറ്റാർഡ്സ് റിയാക്ഷന്റെ പ്രത്യേകത അവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് CrO2Cl2 അല്ലെങ്കിൽ ക്രോമിൽ ക്ലോറൈഡ് ആണെന്ന് ഓർമ്മ വേണം. ഇനി അവസാനിപ്പിക്കാം. അടുത്ത ബെൻസീൻ എഴുതിയിട്ടുണ്ട്. ഈ എഴുതിക്കുന്ന കോമ്പൗണ്ട് നമുക്ക് പരിചയമുണ്ട്. ഇവിടെ എഴുതിക്കുന്ന കോമ്പൗണ്ട് ആണ് അസറ്റിൽ ക്ലോറൈഡ് ആണ്. അപ്പൊ ഇതിന്റെ പേര് ഓക്കെ, അത് ബെൻസീൻ ആണ്, അത് അറിയാം. ഇവിടെ എഴുതിക്കുന്ന കോമ്പൗണ്ടിന്റെ പേരും അറിയാം, അത് അസറ്റിൽ ക്ലോറൈഡ് അല്ലെങ്കിൽ എത്തനോയിൽ ക്ലോറൈഡ് ആണ്. കൂടെ ഉപയോഗിക്കുന്ന റിയേജന്റ് ആൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. അപ്പൊ ഇത്ര എഴുതിയപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ഇയർ പഠിച്ച കാര്യം നിങ്ങൾക്ക് ഓർമ്മ വന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് ഒരു എച്ചും ഇവിടെ നിന്ന് ഒരു CLും കൂടെ പുറത്ത് പോയിട്ട് ബാക്കി ഇത്രയും ഗ്രൂപ്പ് ഫ്രീ ആയി. ആ ഫ്രീ ആയ ഗ്രൂപ്പ് COCH3 ഈ ബെൻസീൻ റിങ്ങിലേക്ക് കയറി വരും. എഴുതുമ്പോൾ CH3CO നല്ല എഴുതേണ്ടത് COCH3 എന്ന് എഴുതണം.
പ്ലസ് HCl. അപ്പോൾ നമുക്കറിയാം ഇതൊരു കീറ്റോണിക് ഗ്രൂപ്പാണ്. നമുക്ക് ആൽഡിഹൈഡിന്റെ കീറ്റോണിന്റെ പ്രിപ്പറേഷൻ പറയാനുണ്ട്. ഇതൊരു കീറ്റോണിക് ഗ്രൂപ്പാണ്. ഈ കീറ്റോണിക് ഗ്രൂപ്പ് പ്രശസ്തമായ ഒരു കീറ്റോണിക് ഗ്രൂപ്പ് തന്നെയാണ്. ഈ കോമ്പൗണ്ട് അറിയപ്പെടുന്ന പേര് അസറ്റോഫീനോൺ. കീറ്റോൺ അസറ്റോഫീനോൺ എന്ന് പറയുന്നു. ഈ റിയാക്ഷൻ പ്രശസ്തമായ ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ എന്നോ അസറ്റിലേഷൻ എന്നോ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ഇതാണെന്ന് ഓർമ്മ വേണം. അപ്പോൾ നമ്മളിവിടെ ഫ്രിഡൽ ക്രാഫ്റ്റ് അസറ്റിലേഷനിലൂടെ അല്ലെങ്കിൽ ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷനിലൂടെ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തത് അസറ്റോ കീറ്റോൺ ആണ്, അസറ്റോ ഫീനോൺ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആൽഡിഹൈഡ് കീറ്റോണായിട്ട് ബന്ധപ്പെട്ട 4 പ്രിപ്പറേഷൻ മെത്തേഡുകളാണ് ഇവിടെ സംസാരിച്ചത്. പെട്ടെന്ന് ഒന്നുകൂടെ ഓർമ്മിക്കാം. അതിൽ 4 റിയാക്ഷൻസ് ഹെഡിങ് മാത്രം ആദ്യം ഓർമ്മിക്കാം. ഒന്ന് റോസൻമണ്ട് റിഡക്ഷൻ, മറ്റൊന്ന് ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ, ഇനി ഒരെണ്ണം ഈറ്റാർഡ്സ് റിയാക്ഷൻ, ഇനി ഒരെണ്ണം ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ അല്ലെങ്കിൽ അസറ്റിലേഷൻ. ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ: ബെൻസീൻ റിയാക്ട്സ് വിത്ത് എത്തനോയിൽ ക്ലോറൈഡ് അല്ലെങ്കിൽ അസറ്റിൽ ക്ലോറൈഡ് ഇൻ പ്രസൻസ് ഓഫ് anhydrous aluminum chloride to form acetophenone. Benzene reacts with the ethanoyl chloride or acetyl chloride in presence of anhydrous aluminum chloride to form acetophenone. Etards reaction statement ingane: toluene on oxidation with the chromyl chloride CrO2Cl2 to form benzaldehyde. Gatterman Koch reaction statement ingane: benzene reacts with the carbon monoxide and HCl to form benzaldehyde. Rosenmund reduction statement ingane: acid chloride on reduction with the hydrogen in presence of palladium and barium sulfate to form aldehyde. Okay, അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ പഠിച്ചു വയ്ക്കാം, ഇക്വേഷൻ പഠിച്ചു വയ്ക്കാം, കൺവേർഷൻ രീതി പഠിച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ തൽക്കാലം ആൽഡിഹൈഡ് കീറ്റോണിന്റെ പ്രിപ്പറേഷൻ മെത്തേഡുകൾ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു.